മക്കൾക്കിടയിൽ നീതി പാലിക്കുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശ്രേഷ്ഠമായ മര്യാദകളിൽ ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് ബഷീർ റളിയല്ലാഹു അൻഹു വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ഈ മകന് നുഅ്മാന് ഒരു സമ്മാനം നൽകാൻ ഉദ്ദേശിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിന് സാക്ഷിയാക്കണമെന്ന് നുഅ്മാന്റെ ഉമ്മ എന്നോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോൾ ചോദിച്ചു, നീ നിന്റെ ബാക്കിയുള്ള മക്കൾക്കും ഇതുപോലെ കൊടുത്തിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നി ലാ അശ്ഹദു അലാ ജൗർ, എങ്കിൽ ഞാൻ ഒരു അനീതിക്ക് സാക്ഷിയാവുകയില്ല. മറ്റു ചില റിവായത്തുകൾ കാണാം, വേറെ ആളെ നോക്കുക, ഞാനിതിന് സാക്ഷിയാവുകയില്ല. നോക്കൂ, മക്കൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഒരാൾക്ക് മറ്റയാളെക്കാൾ ആവശ്യമുണ്ട്, ദാരിദ്ര്യമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യമോ ഉള്ളത് കൊണ്ട് ഒരാൾക്ക് മറ്റേയാൾക്ക് കൊടുക്കാത്തത് കൊടുക്കാമോ? അങ്ങനെ കൊടുക്കാം. കാരണം അത് ഇയാൾക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ്. മക്കളിൽ ഒരാൾ ദരിദ്രനാണ്, അല്ലെങ്കിൽ ഒരാൾ കടത്തിലകപ്പെട്ടിരിക്കുകയാണ്, എന്തെങ്കിലും ഒരു പ്രയാസത്തിൽ ഒരാൾ അകപ്പെട്ടിരിക്കുകയാണ്, എങ്കിൽ അയാളുടെ ആവശ്യം നികത്താൻ കൊടുക്കുമ്പോൾ ബാക്കി എല്ലാവർക്കും അതുപോലെ കൊടുക്കണം എന്നില്ല. കാരണം ഇസ്ലാമിൽ ഉള്ളത് സമത്വമല്ല, മറിച്ച് നീതിയാണ്. ഇസ്ലാമിലുള്ളത് എല്ലാവരെയും ഒരുപോലെ ആക്കലല്ല, മറിച്ച് ഓരോരുത്തർക്കും അവരുടെ ആവശ്യം പരിഗണിച്ച് നൽകലാണ്. അതേസമയം ഇങ്ങനെ മക്കളിൽ ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ആവശ്യമോ ബുദ്ധിമുട്ടോ ഇല്ല, മറിച്ച് വെറുതെ ഒരാവശ്യമില്ലാതെ ഒരാൾക്ക് ഒരു സമ്മാനം കൊടുക്കുകയാണ് എങ്കിൽ അതുപോലെ ബാക്കി എല്ലാവർക്കും കൊടുത്തിരിക്കണം. അത് ഒരാൾക്ക് മാത്രമായി കൊടുക്കുക പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരു സഹാബി വന്നിരിക്കവേ അദ്ദേഹത്തിന്റെ ഒരു മകൻ, ചെറിയ കുട്ടി വന്നു. അദ്ദേഹം ആ കുട്ടിയെ ചുംബിച്ച് മടിയിലിരുത്തി. കുറച്ചു കഴിഞ്ഞ് അയാളുടെ ഒരു മകൾ വന്നു. അപ്പോൾ അദ്ദേഹം ആ പെൺകുട്ടിയെ തൻ്റെ അടുത്തിരുത്തി. ആൺകുട്ടി വന്നപ്പോൾ ചുംബിച്ച് മടിയിലിരുത്തി, പെൺകുട്ടിയെ അടുത്തിരുത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഫമാ അദൽത ബൈനഹുമാ, നീ അവർക്കിടയിൽ രണ്ടുപേർക്കും ഇടയിൽ നീതി പാലിച്ചില്ല. മറ്റു ചില റിവായത്തുകളിൽ കാണാം, നിനക്ക് നീതി പാലിച്ചുകൂടെ ആ രണ്ടുപേർക്കിടയിൽ. നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര കണിശമായിട്ടാണ് ഇത് പഠിപ്പിച്ചത്. മക്കൾക്കിടയിൽ നീതി പാലിച്ചില്ല എങ്കിൽ ഉണ്ടാവുക രണ്ട് പ്രശ്നങ്ങളാണ്, പ്രധാനപ്പെട്ട രണ്ട് പ്രശ്നങ്ങൾ. നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹുവിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിതാവായ ബഷീറിനോട് ചോദിച്ചു, നിന്നോട് മക്കളൊക്കെ നന്മ ചെയ്യുന്ന കാര്യത്തിൽ അവരെല്ലാവരും ചെയ്യണം എന്ന് നീ ആഗ്രഹിക്കുന്നില്ലേ? നിന്നോട് ഏതെങ്കിലും ഒരു കുട്ടി മാത്രം നന്മ ചെയ്യുക, മറ്റുള്ളയാൾ ചെയ്യാതിരിക്കുക എന്നത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, എല്ലാവരും എനിക്ക് ഒരേപോലെ നന്മ ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും അങ്ങനെയാണല്ലോ. ഏതെങ്കിലും ഒരു കുട്ടി നമ്മെ തിരിഞ്ഞു നോക്കാത്ത തോന്നിവാസിയായി അങ്ങനെ നടക്കണം നമ്മൾ ആഗ്രഹിക്കില്ല. പക്ഷെ എല്ലാവരും നമ്മെ പരിഗണിക്കുന്ന, ഭാവിയിൽ നമുക്ക് നന്മ നൽകുന്ന മക്കളാകണമെന്നാണ് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ നീ അവർക്കിടയിൽ നീതി പാലിക്കുക. മക്കൾക്കിടയിൽ നീതി പാലിച്ചില്ല എങ്കിൽ ഉണ്ടാകാനിടയുള്ള ഒരു പ്രശ്നം തിരിച്ച് അവർ നന്മ ചെയ്യാതിരിക്കുക എന്നതാണ്. ഇത് നീ അനീതി കാട്ടിയ ഒരു മകനോ മകളോ നിനക്ക് ഭാവിയിൽ നന്മ ചെയ്യുകയാണ് എങ്കിൽ അത് നിനക്ക് ലജ്ജ ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. നീ അവനോട് അനീതി കാണിച്ചു, പക്ഷെ അവനാണ് ഭാവിയിൽ പിന്നീട് നിനക്ക് നന്മ ചെയ്യുന്നത് എങ്കിൽ അത് നിന്നെ ലജ്ജിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ മാതാപിതാക്കളോട് തിരിച്ചുള്ള നന്മയിൽ പ്രശ്നമുണ്ടാകും മക്കൾക്കിടയിൽ നീതി പാലിച്ചില്ലെങ്കിൽ. രണ്ടാമത്തെ പ്രശ്നം എന്താണ്? രണ്ടാമതുണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നം അവർക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാകുമെന്നതാണ്. ഒരാളെ മാത്രം പരിഗണിച്ചാൽ അയാളോട് ബാക്കിയുള്ളവർക്ക് ശത്രുതയും വിദ്വേഷവും അസൂയയും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അള്ളാഹുവിന്റെ നബിമാർ നീതിയിലും നന്മയിലുമെല്ലാം പരിപൂർണരായ ആളുകളാണ്. നബിമാരെ കുറിച്ച് നമ്മൾ അതാണ് വിശ്വസിക്കുന്നത്. യാക്കൂബ് അലൈഹിസ്സലാമിനെ പോലെയുള്ള നബിമാർ, അവരോട് നമ്മൾ അതാണ് പ്രതീക്ഷിക്കുന്നത്, യാതൊരു സംശയവുമില്ല.